ആൻഡ് മരിയ വെൽക്കം. കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ചിരിച്ച മുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യുന്നത്? ടാറ്റു ലവറാണ്. ടാറ്റു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സമയത്ത് എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? ഞാൻ അവിടെ അത്രയും ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ അഭിനയിക്കാൻ ചെല്ലുന്നത്. അവിടെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ബോധം കെട്ട് തലകറങ്ങി വീണിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ 8 വർഷം സിംഗിൾ മദറായിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ്. എൻ്റെ ലൈഫിലും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പുണ്യവതിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ആദ്യത്തെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ ഈ ഒത്തിരി ബോൾഡ് എട്ടും പൊട്ടം തിരിയാതെ നമ്മൾ 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 20ാമത്തെ വയസ്സിൽ 20 കഴിഞ്ഞ് ജസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കല്യാണം കഴിഞ്ഞു. എൻ്റെ മോളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മോള് പറയുമല്ലോ, എനിക്ക് അവളുടെ പപ്പ എന്ന് പറയുന്നത് അവൾക്ക് തികച്ചും ഒരു പരാജയമായതുകൊണ്ട് അവൾക്കത് ഓർക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അമ്മ ഇപ്പോഴും ഇമോഷണലി അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, ബോൾഡൊന്നും ആയിട്ടില്ല, വീക്കാണ് ഇപ്പോഴും. പക്ഷേ എന്നാലും മമ്മി പിടിച്ച് നിൽക്കണം. മമ്മി പിടിച്ച് ആരെ ബോധിപ്പിക്കണ്ടേ, എന്തിന്? എൻ്റെ അമ്മ ചീത്തയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കല്ല അറിയാം. ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ഭയങ്കര മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ എന്താ മോശം? ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മോശമായി ആയിക്കൂടെ? ഒരു പ്രത്യേക ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഇൻസിഡൻറ്റിൽ എൻ്റെ അപ്പൻ എൻ്റെ മനസ്സിൽ മരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും എന്താ റിംഗ് മാസ്റ്ററിലെ ഡയാനയാണ് ഞാൻ. എനിക്ക് വന്നൊരു കമൻറ്റാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പം എനിക്കുണ്ടായ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ്, ഇറ്റ്സ് മീ ഏഞ്ചൽ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഭയങ്കര കൂളസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, ആൻഡ് മരിയ വെൽക്കം. ഓക്കെ, താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ സീരിയല് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓക്കെ, കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ചിരിച്ച മുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യുന്നത്? ഇപ്പൊ ചെയ്യുന്ന അത്ര വലിയ നെഗറ്റീവ് അല്ല, എന്നാലും ചെറിയൊരു കുശുംബി ക്യാരക്ടറാണ്. ഇതിപ്പോ എന്റെ മാത്രം ഡൗട്ട് അല്ല, കുറെ പേരുടെ ഡൗട്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ സീരിയലിൽ കുറെ സാരീസ് വേണം. ഈ സാരീസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സാരീസ് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. അപ്പൊ ഈ ആക്സസറീസിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ടോ? കമ്മല്, മാല, ആക്സസറീസ് ഇപ്പം നമുക്ക് വാങ്ങിയേ പറ്റുള്ളൂ. സീരിയൽ ഇപ്പം നമുക്ക് ഇപ്പം സാരിക്ക് ചേർന്ന് യൂസ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ഒത്തിരി അങ്ങ് ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. ടാറ്റു ലവറാണ്. ടാറ്റു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഒരു അമ്മാമോള്, അതൊരു ഇതുണ്ട്. പിന്നെ ഇത് എൻ്റെ പപ്പി. പിന്നെ ബാക്ക് സൈഡിലൊരു ഫ്ലവർ പോലെ വന്നിട്ട് അതിൽ ഒരു ഫേസ് ഇങ്ങനെ വന്നിട്ടുള്ളൊരു സംഭവം. പിന്നെ ഇവിടെ ഒരു ഫ്ലവറും ഒരു എന്താ പറയുക, കിളി ഇങ്ങനെ വന്നിട്ട് ഫ്ലവറിൽ നിന്ന് ഇങ്ങനെ കൊത്തിയെടുക്കുന്ന ഒരു ഇത്. മോൾ എന്ത് പറയുന്നു? മോള് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ 10th എക്സാം ആണല്ലോ, ടെൻഷനിലാണ്. രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയി കഴിയുമ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന ചേച്ചിമാരുണ്ട്. അല്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ പോകുമ്പം നമ്മളെ ഏജൻസിയിൽ നിന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മമ്മിയും വയ്യാതിരിക്കുന്ന ചില സമയത്ത് ഇവരാരും ഫോൺ എടുക്കാതെ വരുമ്പം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കണമല്ലോ. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഒരു ബിസി ഷെഡ്യൂളാണുള്ളത്. അപ്പൊ ഈ ഫാമിലി ടൈമും ഈ സീരിയൽ ടൈം, ഷൂട്ട് എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ശരിക്കും 1 to 15 ആണ് ട്രിവാൻഡ്രം സീരിയൽ. അത് കഴിഞ്ഞ് 16 to 30 വരെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ മാക്സിമം വീട്ടിൽ തന്നെ, അല്ലെങ്കിലും സീരിയൽ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, മാക്സിമം ഞാൻ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചും എപ്പോഴും പുറത്ത് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കറങ്ങി നടക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. മാക്സിമം ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. അത് പണ്ട് മുതൽ അങ്ങനെയാണ്. കോട്ടയംകാരി അച്ചായത്തിയാണ്. അപ്പൊ ഫുഡിയാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം. പിന്നെ ഇപ്പൊ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൺട്രോൾ ചെയ്ത് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മളെന്താ പറയുക, കപ്പ, മീൻ, ചോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സമയത്ത് എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പം ശരിക്കും എനിക്ക് സങ്കടം ഇങ്ങനെ എനിക്ക്
ഉള്ളിൽ വെക്കാനോ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എന്താണേലും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിപ്പം നമ്മുടെ വീട്ടിലാണല്ലോ, ചിലപ്പം നമ്മൾ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇപ്പം എനിക്ക് കരയാൻ തോന്നിയാൽ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കരയും, ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെടും, എല്ലാ ഇമോഷൻസും ഞാൻ. പക്ഷെ ഞാൻ ചേച്ചിയെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സെൻസിറ്റീവ് ആണ് ഞാൻ. ചിലപ്പോഴൊക്കെ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡഡ് ആയി പോകും. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കാണോ ഒരു 100% ഞാൻ സിൻസിയറായിട്ട് ആരെ സ്നേഹിച്ചാലും അത് ഒരാൾക്ക് നമ്മൾ ഇതായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര 100% ഡിപ്പെൻഡഡ് ആയിപ്പോവും അവർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ പോയി വന്നാലും എനിക്ക് എൻ്റെ അമ്മ, മോള്, എനിക്ക് അവരാണ് മസ്റ്റ്. ഇപ്പം എൻ്റെ മോളുണ്ടെങ്കിലാണ് എനിക്കെല്ലാം. കാരണം അവളാണ് എനിക്ക് അവളില്ലാതെ ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും ഞാൻ ഡിപ്പെൻഡൻ്റ്. അതിപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും പാർട്ട്ണർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 100% ഡിപ്പെൻഡ് ചെയ്ത് സ്നേഹിച്ച് എനിക്ക് ഫാമിലിക്കാണ്. കാരണം ഇതിപ്പം മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ പറയും നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലായത് ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അത് അവർക്ക് പുറമേ നിന്ന്, ഇപ്പം ഞാനൊരു കാര്യം പറയും, പുറമേ നിന്ന് കാണുന്നവർക്ക് എന്ത് അഭിപ്രായം പറയാം. പക്ഷെ നമ്മൾ അടുത്തറിയാവുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം ഫാമിലിയിൽ ഇൻവോൾവ് ആണ്, എങ്ങനെയാണ് നമ്മളെന്നുള്ളത് നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. പറയാൻ എല്ലാവർക്കും പറ്റും. ചേച്ചി ശരിക്കും ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ഒരു ആക്ട്രസ് ആകുമ്പോഴത്തേക്കും അഭിനയിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ല? ഉണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ 100% കൊടുത്തിട്ടല്ല ഞാൻ അഭിനയിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. കാരണം ചില ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചില ടൈമിൽ നമുക്കൊരു മെൻ്റൽ ഡ്രോമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ട്. ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ചില ദിവസം എൻ്റെ അടുത്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ ചോദിക്കും, പ്രിയേച്ചി, സജന, അവരൊക്കെ ചോദിക്കും, സ്വിച്ച് ഇട്ട പോലെ നീ മാറുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പം ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അത് ഇമോഷണലി ഞാൻ അത്രയും ഇതായതുകൊണ്ടാണ്. പിന്നെ മോള് പറഞ്ഞില്ല അഭിനയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുന്ദരി എന്ന് പറഞ്ഞ, അതായത് എൻ്റെ കംബാക്ക് സുന്ദരിയിലായിരുന്നു 2 വർഷം കഴിഞ്ഞിട്ട്. ആ ടൈമിൽ എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും ആ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ആ സീരിയൽ ലൊക്കേഷനിൽ എൻ്റെ കൂടെ അഭിനയിച്ചവരും എൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറും അവരെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട്. പിന്നെ എസ്പെഷ്യലി ആ ചാനലിൻ്റെ ഹെഡ് ആയിട്ടിരിക്കുന്നവർക്ക് അറിയാമായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. പിന്നെ സിനോ സാറ് എൻ്റെ റൈറ്റർ, പുള്ളിക്കും നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ അവിടെ അത്രയും ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ അഭിനയിക്കാൻ ചെല്ലുന്നത്. അവിടെ ഞാൻ തല കറങ്ങി വീണിട്ടുണ്ട്, എൻ്റെ സങ്കടങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ബോധം കെട്ട് തലകറങ്ങി വീണിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇമോഷണലി ഞാൻ ഭയങ്കര അവരുടെ അടുത്തൊക്കെ കൂളായിട്ട് നിൽക്കും. പിന്നെ അവിടെ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട്. മീൻസ് നമ്മൾ ഇമോഷണലി അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമല്ലോ. ദേഷ്യപ്പെട്ടിട്ട് പിന്നെ ഞാൻ കരയുമായിരുന്നു. അങ്ങനെയുള്ള ഇമോഷണലി എന്നെ അവരൊത്തിരി എന്താ പറയുക സഹിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലല്ല, പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കും, ഞാൻ എന്തിനാ അങ്ങനെ കാണിച്ചത്. അല്ല, സത്യം. ഇപ്പോഴാണെങ്കിൽ പോലും അതാ ഞാൻ പറഞ്ഞേ, ചില സമയത്ത് ഡയറക്ടർ സാറ് പോലും പറയാറുണ്ട്, മഞ്ജിമ എവിടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മഞ്ജിമ എവിടെ പോകുന്നു, ഇവിടെ അല്ല, ഇങ്ങോട്ട് വാ, അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് സാർ. കാരണം നമ്മൾ എല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. സ്പെഷ്യൽ ഫ്രണ്ട്സ് ആരൊക്കെയാ? അങ്ങനെ സ്പെഷ്യൽ ഫ്രണ്ട്സ് ഒന്നുമല്ല, എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്, എനിക്ക് എല്ലാവരും സ്പെഷ്യലാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇഷ്ടമാത്രം ചെയ്യുന്ന സമയത്ത് അവിടെ റേജൻ, മൃദുല, പ്രിയ ചേച്ചി, അവിടെ എല്ലാവരും ഞങ്ങളെല്ലാവരും നല്ല ഒരേ വൈബിൽ പോകുന്ന, ഒരേപോലെ നല്ല എന്താ പറയുക ഫൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഓപ്പൺലി പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതാണ് ഏറ്റവും ഡിസ്കസ്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ സ്പെഷ്യൽ, എനിക്ക് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സജനയാണ്. സജനയും ഞാനുമാണ് കുറച്ചുകൂടെ ഭയങ്കര കമ്പനി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത സീരിയലുകളിൽ എല്ലാവരുമായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് ഞാൻ വെക്കുന്ന ആളാണ്. ഇപ്പം നിങ്ങളുടെ മേഡം ഏഞ്ചല് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഞങ്ങൾ ഒറ്റച്ചിലമ്പ് മുതൽ ഒരുമിച്ച് ആ സമയം മുതൽ ഞങ്ങൾ, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നും
വിളിക്കുന്നവരോ അല്ലെങ്കിൽ എന്നും സംസാരിക്കുന്നവരോ എന്നും അങ്ങനെ ഹായ് ബൈ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. പക്ഷെ ഒരു ഇത് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ ചോദിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം എല്ലാവരുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയൽ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അതിനു വേണ്ടി ഒരു എഫേർട്ടും എടുക്കണ്ട എന്നാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നിത്യം വിളിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നല്ലത് മാത്രം പറയുന്നവരോ ഒന്നും അല്ല. ഇപ്പം എന്നും കൂടെ ഇരുന്നിട്ട് എന്നും ഫോൺ വിളിച്ചിട്ട് നമ്മൾ അയ്യോ നീ നല്ലതാണേ നീ വാവ് വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല നല്ല സുഹൃത്തുക്കൾ. നമ്മളെന്നും വിളിക്കണ്ട, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുറച്ച് പേര് മതി നമ്മുടെ കൂടെ. അവരുണ്ടെങ്കിൽ അതൊരു നമുക്ക് ഒരു വലിയൊരു ആശ്വാസവും. അതാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ. നമുക്കൊരു പ്രശ്നം വരുമ്പോ അവർക്ക് അല്ല നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സമയം തരുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം അത് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതും ആണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമ്മൾ അയ്യോ നീ ചെയ്യുന്നെല്ലാം വാവും അങ്ങനെ പറയുന്നവരല്ല സുഹൃത്തുക്കൾ. പിന്നെ എന്നും വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ പുറകെ കൂടെ ചെന്ന് പാരവയ്ക്കുന്നവരും ഉണ്ട്. അതെ, അതെനിക്ക് ഇപ്പം നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന 2 ലേഡീസ്. അവർ എനിക്ക് മറുവശത്തൂടെ നിന്ന് നന്നായിട്ട് പാരവെച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കറിയില്ല അവർ ചെയ്യുന്ന ഓരോ ക്രൂരതകളും ഞാൻ അപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണെന്ന്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തിന് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ താഴെ ബാഡ് കമന്റ്സ് വരെ ഇട്ടത് ആരൊക്കെയാന്നുള്ളതും എന്തൊക്കെയാന്നുള്ളതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അത് ഇഗ്നോർ ചെയ്യുന്ന എന്നാന്നറിയോ, നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണ്. നമ്മൾ വളരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കമന്റ്സും നമ്മുടെ പുറകെ ഇങ്ങനെ ഒരു പറ്റ ആൾക്കാരുള്ളതും. എൻ്റെ വളർച്ച ഞാനിപ്പോൾ അറിയുന്നു. അതാണ്. ഓക്കെ ചേച്ചി, കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 2 ആൾക്കാർക്ക് കർമ്മ കിട്ടട്ടെ. അല്ല ഞാനത് അതാ പറയുന്നത്. ഞാൻ അവരോട് ചെന്ന് ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കറക്റ്റ് പോയിന്റ് കാര്യങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ തെളിവുകൾ വെച്ച് ഞാൻ അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവരത് ഇഗ്നോർ ചെയ്യും. അവിടെ ബഹളമാവും, ഒച്ചപ്പാടാവും. പിന്നെ നമ്മളും ചിലപ്പോൾ അറിയാണ്ട് പ്രതികരിച്ചു പോവും. നമ്മളെന്തിനാ അങ്ങനെ നിൽക്കുന്നത്? ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്, കർമ്മയിലും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. കർമ്മ അവർക്കുള്ളത്. അതായത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കും. പിന്നെ ഞാനും എന്താ പറയുക എല്ലാം തികഞ്ഞോളൊന്നും അല്ല, നമുക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ 8 വർഷം സിംഗിൾ മദറായിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ്. എൻ്റെ ലൈഫിലും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പുണ്യവതിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് പല സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവാം. പിന്നെ തികച്ചും എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? എൻ്റെ ഫാമിലിക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എനിക്ക് 10 പേരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഞാൻ ഹോം ടൂർ വന്ന സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഇതാണ്. അതും തികച്ചും എൻ്റെയും ഷാൻ്റെയും വ്യക്തിപരമായ കാര്യമൊന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് ക്രിട്ടിസൈസ് ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് കയറി ബാഡ് കമൻറ്റ്സ് പറയാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എൻ്റെ പപ്പയുടെ വീട്ടിലും എൻ്റെ മമ്മിയുടെ വീട്ടിലും അതായത് പുറത്ത് പോയി നീ പറയരുതെന്ന് പറഞ്ഞ് റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവുക. അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ രഹസ്യങ്ങളാണ്. അത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർക്ക് മാത്രമാണ് അറിയുള്ളൂ. അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഫാമിലിക്കും എൻ്റെ മമ്മിയുടെ ഫാമിലിക്കും എൻ്റെ പപ്പയുടെ ഫാമിലിക്കും ഞാൻ കൊടുത്തേക്കുന്ന വാക്കാണ്. ഇപ്പം ആക്ച്വലി ഞാൻ ഇന്ന് വരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ പപ്പ എവിടെ എന്ന് ചോദിച്ചപ്പം ഞാനത് തുറന്നു പറയുകയാണ്. എൻ്റെ പപ്പ ജീവനോടെ ഉണ്ട്. അത് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം എൻ്റെ ഫാമിലിയിൽ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പപ്പ ജീവനോടെ ഉണ്ട്. പക്ഷേ എനിക്കെൻ്റെ മനസ്സിൽ പുള്ളി തികച്ചും എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമവും ഇമോഷണലി ഞാൻ ആളെ വെറുത്തൊരു നിമിഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിമിഷങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് ഓപ്പൺലി പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിൽ പുള്ളി ആ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഇൻസിഡൻറ്റിൽ എൻ്റെ അപ്പൻ എൻ്റെ മനസ്സിൽ മരിച്ചു. അപ്പം എനിക്ക് മറ്റൊരാളുടെ അടുത്ത്
എൻ്റെ അപ്പൻ ജീവനോടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തികച്ചും പേഴ്സണലായിട്ട് എൻ്റെ കൂടെ നിന്ന ആള് പുറത്ത് ബാഡ് കമൻസിലൂടെ, അതായത് നമ്മുടെ കമൻസിലൂടെ വന്നെന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും എന്താ, റിംഗ് മാസ്റ്ററിലെ ഡയാനയാണ് ഞാൻ. കാരണം ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് തികച്ചും ഞാൻ എന്താന്നുള്ളത് എൻ്റെ ഫാമിലിക്കും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം. ഇതുവരെ എന്നെ ഒരേപോലെ കൊണ്ടുപോയ എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഉണ്ട്, അവർക്കറിയാം. പക്ഷെ ഞാനത് ഇതുവരെ എൻ്റെ അപ്പനും അമ്മയും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല അവരുടെ ഫാമിലി ലൈഫ് പുറത്ത് പറയുന്നത്. എൻ്റെ പപ്പയ്ക്കും ഇഷ്ടമല്ല, എൻ്റെ മമ്മിക്കും ഇഷ്ടമല്ല, അവരുടെ ഫാമിലിക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ തികച്ചും എൻ്റെ പപ്പയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ പപ്പയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കണേ. പക്ഷെ അത് പപ്പ ഇല്ല എന്ന് പറയുന്നതിൽ ജീവനോടെ ഉണ്ടോ അല്ലെ മരിച്ചോ എന്നൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ ജീവനോടെ ഉണ്ട്. പക്ഷേ എനിക്കത് പുറമെ പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും അത് മൂടി വെച്ചത്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ ഞാൻ സംസാരിച്ചു, എൻ്റെ മമ്മിയോട് ഞാൻ സംസാരിച്ചു. അത് ഞാൻ പുറത്ത് പറയുന്നതിന് ഇനി കുഴപ്പമില്ല. കാരണം ഞാൻ പറയുന്നത് എൻ്റെ പാർട്ട്ണറായിട്ട് നിന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഒരു സംഭവം. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട സൈനയിലെ ഹോം ടൂറിൻ്റെ അടിയിൽ വന്ന് എനിക്ക് വന്നൊരു കമൻറ്റാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പം എനിക്കുണ്ടായ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ലൈഫാണ്, എൻ്റെ അമ്മയുടെ ലൈഫാണ്. അത് ഞാൻ എന്തിനാ എൻ്റെ അമ്മേനെ, എൻ്റെ അമ്മയുടെ വീട്ടുകാരെ, എൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ, എൻ്റെ അപ്പനെ എന്തിനു ഞാൻ ഇതിനകത്തോട്ട് എടുത്തിടണം? ഇപ്പം എൻ്റെ ലൈഫ് എനിക്ക് പറയാം, അത് എൻ്റെ തികച്ചും എൻ്റെ ചോയ്സ്. പക്ഷെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ അവർ ഒരു സ്പേസ് ഉള്ളവരാണ്. അതെ, അവരുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട, രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം, അവർ തമ്മിലുള്ള ഇഷ്ടം എല്ലാം അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് അതറിയില്ല. പക്ഷെ അല്ല, അതാ ഞാൻ പറഞ്ഞേ, പുറമേയുള്ള ഒരാൾക്കും ആ ഒരു കമന്റ് എഴുതാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, തികച്ചും അത് ആരെഴുതിയെന്ന് എനിക്കറിയത്തില്ല. ആ പാർട്ട്ണറായിട്ട് നിന്ന, എനിക്ക് ആദ്യത്തെ പാർട്ട്ണറുണ്ട്, രണ്ടാമത്തെ പാർട്ട്ണറുണ്ട്, 2 കല്യാണം കഴിഞ്ഞതാണ്. ഈ 2 പാർട്ട്നേഴ്സിൽ ആരെഴുതിയെന്നുള്ളത് എനിക്കറിയില്ല. ഫേക്ക് ഐഡിയിൽ നിന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു. അത് അവർക്ക് തികച്ചും പേഴ്സണലായിട്ട് അറിയാവുന്നൊരു സംഭവം. അതെന്നെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട്. പക്ഷെ അവിടുന്ന് ഞാൻ പോവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പം നിങ്ങളുടെ ഈ ചാനലിലൂടെയാണ് ഞാനിത് പറയുന്നത്. ഇത്രയും വർഷം, ഞാൻ 9 വർഷമായിട്ട് വന്നിട്ടും എൻ്റെ പപ്പ എവിടെയെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ മരിച്ച പോലെ, ചിലപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. എൻ്റെ അമ്മയുടെ മനസ്സിലും എൻ്റെ മനസ്സിലും തികച്ചും പുള്ളിക്കാരൻ അങ്ങനെയാണ്. മനസ്സിലായോ? എൻ്റെ മോളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മോള് പറയുമല്ലോ, എനിക്ക് അവളുടെ പപ്പ എന്ന് പറയുന്നത് അവൾക്ക് തികച്ചും ഒരു പരാജയമായതുകൊണ്ട് അവൾക്കത് ഓർക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ നമുക്ക് പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ. അത് അങ്ങനെയാണ്. ചേച്ചി ഒരു സിംഗിൾ മദറാണ്. അപ്പം സിംഗിൾ മദേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം പറയാമോ? ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് അത് സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാവാം. സമൂഹത്തിൽ നിന്ന് ചോദ്യം മാത്രമല്ല, നമ്മൾ സിംഗിൾ മദറാണോ, നമ്മളൊന്ന് ഉടുത്തൊരുങ്ങി പോയോ, ഇപ്പോൾ ഉടുത്തൊരുങ്ങി പോയി കഴിഞ്ഞാൽ അവൾ പോകുന്നതേ അവൾ വേറെ എന്തോ കാര്യത്തിലാണ് പോകുന്നത്, അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളൂ. സിംഗിൾ മദറായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് അപവാദം തന്നെയാണ്. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും അവർ പറയുന്നത് നമ്മൾ മോശമാണ്, ശരിയല്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ പതിവ്രതയായിട്ട് ജീവിച്ചിട്ട്. പക്ഷെ അതേസമയം ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അനുഭവിക്കുമ്പോഴും അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു പറ്റം കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് എന്നെ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഈ സുഹൃത്തുക്കൾക്ക് പോലും അറിയാം എൻ്റെ ഫാമിലി ലൈഫ് എന്തെന്നുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ പപ്പയുടെ കാര്യമാണെങ്കിലും അവർക്കറിയാം. എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഇതിപ്പോൾ പറയാൻ കാരണം, എനിക്ക് ഇങ്ങനൊരു കമൻസ് വരുമ്പം എനിക്ക് തന്നെ പേടിയാണ്. കാരണം പേടിയാന്ന് വെച്ചാൽ എനിക്ക് എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ മോള് വളർന്നു വരുന്നല്ലേ, അവളെ സമൂഹം എങ്ങനെ കാണും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫാമിലിയിൽ ചോദിച്ചിട്ട് ഞാൻ ഇന്നിപ്പം ഈ ഒരു കാര്യം ഞാൻ പറയണ്ട
അതായത് ഞാൻ മരിക്കുമ്പം എന്നിലൂടെ പോകേണ്ട കാര്യം അങ്ങനെ കുഴിച്ചുമൂടി പോട്ടെ എന്ന് വെച്ചൊരു സംഭവമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് എനിക്കൊരു സങ്കടവും ഇല്ല. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ കോണ്ടാക്ട്സ് ഉണ്ട്. മോളുടെ സൈഡിൽ നിന്ന് ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ അവളാണ്. ആണ്. അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെ ബോധിപ്പിക്കണ്ടേ, ആരെ മമ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ കമൻസ് കണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കമൻസ് കണ്ടപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. കമൻസ് കണ്ട കരയും. ഞാൻ ഇത്രയും ബോൾഡായിട്ട് ചിന്തിക്കുന്ന ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു ഞാൻ. എനിക്ക് എന്ത് വന്നാലും അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയടുത്തും മോളുടെ അടുത്തും പോയിട്ടാണ് ഞാൻ കരയുന്നത്. ഇപ്പം അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ആർട്ടിസ്റ്റുകൾക്കറിയാം ഇമോഷണലി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവിടെ ഞാൻ കരയുന്നുണ്ടോ അല്ല എൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ സജനയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവളും ഇമോഷണലി അത്രത്തോളം വീക്കായി, അല്ല ഇമോഷണലി വീക്കിൻ്റെ മാത്രമല്ല, ഇപ്പം ഒരാൾ അനുഭവിക്കുമ്പോഴേ മറ്റൊരാളുടെ വേദന എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇമോഷണലി ഞാൻ നല്ല വീക്കാണെന്നുള്ളതും വിഷമങ്ങളുണ്ടെന്നുള്ളതും ഒക്കെ അറിയാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് പിടിച്ചു നിൽക്കും. എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ മോൾ എനിക്ക് ഭയങ്കര ബാക്ക് ബോൺ, എൻ്റെ ബാക്ക് ബോൺ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലേ ഞാൻ തകരുള്ളൂ. അതുവരെ എൻ്റെ കൊച്ചെൻ്റെ അടുത്തോളം ചേച്ചിക്ക് ജീവിക്കേണ്ട ഒരു പ്രചോദനം തന്നെ മോളാണ്. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ എന്തിനേക്കാളും എനിക്ക് ഇനി നാളെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഇനിയിപ്പോൾ വേറൊരാളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത്. അത് അവളെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടിക്കും ഞാൻ നിൽക്കത്തില്ല. അതിപ്പം സെക്കൻഡ് മാരേജ് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ അവളെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതാണ് ഞാൻ എന്നോട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഇപ്പോഴും ഇമോഷണലി അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, ബോൾഡൊന്നും ആയിട്ടില്ല, വീക്കാണ് ഇപ്പോഴും. പക്ഷേ എന്നാലും മമ്മി പിടിച്ച് നിൽക്കണം. മമ്മി പിടിച്ച് ആരെ ബോധിപ്പിക്കണ്ടേ, എന്തിന്, എൻ്റെ അമ്മ ചീത്തയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കല്ല അറിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആ ആൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അവരെ വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിക്കാൻ നിൽക്കരുത്, അല്ലേ? അത് ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമായ കുറച്ച് കമൻസ് ഇങ്ങനെ വന്നപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അവർ ചിന്തിക്കണം അവർക്ക് നാളെ ഇതൊക്കെ സംഭവിച്ചുകൂടെ. മറ്റൊരാളുടെ അടുത്ത് ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് എൻ്റെ ലൈഫ് പറയുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോഴോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നമ്മൾ ഇമോഷണലി വീക്കാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ഒരാളുടെ തോളെ ചായ നമുക്ക് തോന്നും. അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും നമ്മൾ തകർന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരോട് പോയി കാര്യങ്ങൾ പറയും. നമുക്കതൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവിടെ പോയി പറയുന്നത്. അത് ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് വേറൊരു കാര്യമുണ്ട്, കേൾക്കുന്ന ആൾക്ക് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, ഇതെല്ലാം കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു വെറും ഒരു കഥയാണ് അവർക്ക്. നമ്മുടെ ലൈഫ് എന്തെന്നുള്ളതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് എന്തെന്നുള്ളതും നമുക്ക് മാത്രമേ അറിയൂ. ഈ പറയുന്ന കമൻ്റ് ഇടുന്നവർക്കും ഈ കൂടെ നിന്ന് എന്താ പറയുക പുറകെ കൂടെ കളിച്ചിട്ട് കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്കറിയില്ല നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തെന്നുള്ളത്. നമ്മൾക്കാണ് അതൊരു എന്താ നമ്മുടെ അനുഭവങ്ങളാണത്, മറ്റുള്ളവർക്ക് അതൊരു കഥയാണ്. അത് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കുക ചെയ്യുന്നു. ആരോടും ഞാൻ പോയി പറയത്തില്ല. പറഞ്ഞിടത്തോളം എനിക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു കുറ്റമായിട്ടല്ല പറഞ്ഞത്, ഞാൻ അനുഭവിച്ച എൻ്റെ വേദനകളായിരിക്കും പറയുന്നത്. അത് പുറകെ കൂടെ ചെന്നിട്ട് നമുക്കിട്ട് പാരവയ്ക്കുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, മോശമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ഭയങ്കര മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ എന്താ മോശം, ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മോശമായി ആയിക്കൂടെ? ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് മോശമായിക്കൂടെ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ എന്താ എല്ലാവരും മോശമാണോ? അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പല സാഹചര്യത്തിലും വന്ന് അഭിനയിച്ചു പോകുന്നവരാ. അവരാരും മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാ ഫീൽഡിലും നല്ലതും ചീത്തയും, അതാ പറഞ്ഞ എല്ലാ ഫീൽഡിലും ഉണ്ട് നല്ലതും ചീത്തയുണ്ട്. പിന്നെ ഓരോ സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പെൺകൊച്ചുങ്ങളെയും കുറ്റം പറയത്തില്ല, അത് ഓരോരുത്തരുടെ സാഹചര്യമാണ്. അതെ ചേച്ചി ഇപ്പം സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും?
ഞാൻ 9 വർഷമായി. 9 വർഷമായി. ആ ചേച്ചിയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അധികം ഉണ്ടായിരുന്നോ? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. വലിയ ടഫൊന്നുമില്ല. ടഫൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കൂടുതൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പിള്ളേർ, അതായത് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടംപോലെ കുട്ടികളും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഭയങ്കര മത്സരം, കോമ്പറ്റീഷനാണ് ഇപ്പം. പക്ഷെ അന്ന് അത്ര വലിയ കോമ്പറ്റീഷൻ അങ്ങനെയൊന്നുമില്ല, കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ലവ് ഈസ് ഡിഫറെന്റ്, മാരീഡ് ലൈഫ് ഈസ് ഡിഫറെന്റ്. ചേച്ചിയുടെ കാഴ്ചപ്പാട് എന്താ അതിനെ കുറിച്ച്? സത്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് ആയത് പറയുന്നത് കെട്ടല്ലേ കെട്ടല്ലേ ഇതൊക്കെ സത്യം. എന്റെ മോളിപ്പോ പറയുന്ന പോലെ എന്തിനാ കല്യാണമൊക്കെ. ശരിക്കും പറഞ്ഞാൽ റൈറ്റ് പാർട്ട്ണർ അറ്റ് ദ റൈറ്റ് ടൈം, ആ സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവം. 100-ൽ 1-2 പേരായിരിക്കും വളരെ ഇതായിട്ട് ജീവിച്ചു പോകുന്നത്. എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ ചിലത് നമുക്കിങ്ങനെ തരണം ചെയ്ത് മാക്സിമം 2 പേരും കൂടെ വിചാരിക്കണം നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ. ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സ്നേഹിച്ചിരിക്കുമ്പോൾ ഉള്ള ഇത് എക്സ്പീരിയൻസ് വേറെ, ലൈഫിലേക്ക് വരുമ്പോൾ വേറെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു സ്നേഹിക്കുന്ന ടൈമിൽ കുറച്ചും കൂടെയൊക്കെ താഴ്ന്നു കൊടുക്കും. ഓക്കെ. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അതങ്ങനെ ചോദ്യം വരും അല്ലേ? അതൊക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ടൈമിൽ അഭിനയമൊക്കെ നമ്മൾ നിർത്തി വീട്ടിൽ തന്നെ ഇരുന്നു. കരിയർ ഒന്നും നോക്കാൻ പറ്റിയില്ല. അല്ല, നോക്കാൻ പറ്റില്ല എന്നല്ല, എനിക്ക് അതായിരുന്നു ഇഷ്ടം. ഞാൻ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ കഴിഞ്ഞിട്ട് വന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നതാണ് ഇഷ്ടം. ഞാനത് ആ ഒരു ഹോം ടൂറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്പേസ്, എൻ്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ ആ റൂമിനകത്തിരിക്കുക, അതൊക്കെയാണ് എൻ്റെ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയാവോന്ന് അറിയില്ല, ശരിക്കും ചേച്ചിക്ക് ഒരു റൈറ്റ് പേഴ്സണെ കിട്ടിയിരുന്നെങ്കിൽ ലൈഫ് ഭയങ്കര ചില്ലായേനെ. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. എന്താണ് ലൈഫിലെ തോട്ട്സും എത്തിക്സും എല്ലാം പോസിറ്റീവാണ്. പക്ഷെ വന്നതൊരു അല്ലല്ല, റോങ് ഞാൻ അങ്ങനെ പറയില്ലടാ. ഷാൻ്റെതായ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെതായ സ്പേസ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ ഇതിലാണെങ്കിൽ പോലും, ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും എന്താ പറയുക, എൻ്റെ ആദ്യത്തെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ ഈ ഒത്തിരി ബോൾഡ്, എട്ടും പൊട്ടും തിരിയാതെ നമ്മൾ 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 20 കഴിഞ്ഞ് ജസ്റ്റ് 21 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കല്യാണം കഴിഞ്ഞു. അതിൻ്റെതായ കുറച്ച് പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്, ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്, പുള്ളി ഗൾഫിലാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവം. അത് ഞാൻ അതാ പറഞ്ഞേ, എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡിനാണെങ്കിലും ഇപ്പോൾ 2-ാമത്തെ ഹസ്ബൻഡിനാണെങ്കിലും ഞാൻ കുറ്റം പറയത്തില്ല. അവർക്ക് അവരുടേതായ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയെടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. ഇതിനകത്തൊരു കോമൺ ഫാക്ടർ ഉണ്ട്, എൻ്റെ മോള്. ആ മോൾക്ക് വിഷമം വരുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അവൾക്കും, അതായത് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ട്, അവളുടെ മനസ്സും വേദനിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഞാൻ അതാ പറഞ്ഞ കർമ്മയിലും ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു സിംഗിൾ പാരൻ്റ് ആയിട്ട് ഇരിക്കണം എന്നായിരിക്കും ദൈവനിശ്ചയം. ഞാൻ ഇങ്ങനെ ജീവിക്കണം, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളതായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ഞാൻ പിരിഞ്ഞത്. അത് എൻ്റെ വിധി, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ട്നേഴ്സിനെ കുറ്റം പറയത്തില്ല. അവർ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം. അത് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി പൊസസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മാക്സിമം ഇതായിട്ട് ഞാൻ എന്താ പറയാ, എനിക്ക് എന്റേതെന്ന് അത് സംഭവം. ചേച്ചി ഒരാളെ മാത്രം സ്നേഹിക്കുന്നു, അതിൽ വന്നേക്കുന്ന ഒരു സംഭവം അതെനിക്കുണ്ട്. അതിപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പക്ഷേ നമ്മൾ എന്താ പറയാ, ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവ് 2 പേരെ ഞാൻ കുറ്റം പറയും. അതിപ്പോൾ ആരെയും ഞാൻ കുറ്റം പറയത്തില്ല. അവർക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരും പോയത്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞങ്ങളുടെ തികച്ചും ഈ കമന്റ് ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞത് അത് ഞങ്ങളുടെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് ഷാൻ എന്നോടോ അല്ലെങ്കിൽ ആരോടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേഴ്സണലി ഒരു ഇതില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഈ കൂടെ പുറമേ നിൽക്കുന്നവർക്കുമാണ് പ്രശ്നങ്ങളുള്ളത്. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചേച്ചി വളരെ വേഗം തന്നെ ഇമോഷണലി സ്ട്രോങ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഫ്രം മൈ ഹാർട്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് കിട്ടട്ടെ. ഈ കുറ്റപ്പെടുത്തുന്നവർക്കൊക്കെ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കാൻ
സാധിക്കട്ടെ. താങ്ക് യു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.